വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന എൻ്റെ സഹോദരീ സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും ഏറെ സ്നേഹത്തോടെ യേശുനാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം അലസതയുടെ അപ്പം ഭക്ഷിക്കരുത് എന്നതാണ്. ഒരു അനുഭവത്തിലേക്ക് കടക്കുകയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് നഴ്സ് എന്നെ ഫോണിൽ വിളിച്ച് ഏകദേശം 1 മണിക്കൂറോളം സംസാരിക്കുകയുണ്ടായി. വളരെ എളിയ നിലയിലുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഏറെ കഷ്ടപ്പെട്ട് ഒരു മിഷൻ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ ആ സ്റ്റാഫ് നഴ്സ് ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ ആദ്യം സൗദിയിൽ എത്തപ്പെടാനിടയായി. കുടുംബത്തെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. 2 കുഞ്ഞുമക്കളും ഭർത്താവും നാട്ടിലായതിനാൽ വീണ്ടും പഠനം ആരംഭിച്ചു. ഇന്ത്യക്ക് വെളിയിലേക്ക് ഏറെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നല്ല വരുമാനം കിട്ടുന്ന രീതിയിൽ ഒരു ജോലി തരപ്പെടുത്താൻ ഏറെ പ്രാർത്ഥിക്കുകയും ശ്രമിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി 2 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യക്ക് വെളിയിലേക്ക് പോകാനിടയായി. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ അവിടെ എത്തിയാൽ പിന്നെ ഒരു സ്റ്റാഫ് നഴ്സിൻ്റെ ലക്ഷ്യം കുടുംബത്തെ എങ്ങനെയെങ്കിലും ഈ സ്ഥലത്ത് കൊണ്ടുവരിക എന്നതാണ്. സൗദിയിൽ ഭർത്താവിനെ കൊണ്ടുവരാൻ സാധിക്കില്ല. നാട്ടിൽ ഉള്ള ജോലിയും നഷ്ടപ്പെടുത്തി നിൽക്കുന്ന ഭർത്താവ്. 2 കുഞ്ഞുങ്ങളെ സ്വന്തം അമ്മയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. ഈ സ്റ്റാഫ് നഴ്സ് അവിടെ എത്തിയതിന് ശേഷം ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും അവിടെ കൊണ്ടുവന്ന് ഏറെ പണിപ്പെട്ട് തൻ്റെ സ്വന്തം വരുമാനത്തിൽ ഒരു അപ്പാർട്ട്മെന്റ് സംഘടിപ്പിച്ച് അതിൽ താമസം ആരംഭിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവർ വളരെ സങ്കടത്തോടെ പറയുകയാണ്, ഭർത്താവിന് ഒരു ജോലി സമ്പാദിക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. വർഷങ്ങളായി നാട്ടിൽ യാതൊരു ജോലിയുമില്ലാതെ ഇവർ അയച്ചു കൊടുക്കുന്ന തുകയിൽ അടിച്ചു പൊളിച്ച് ജീവിതം ആഘോഷിച്ചുകൊണ്ടിരുന്ന ഭർത്താവ് ഇന്ത്യക്ക് വെളിയിൽ എത്തപ്പെട്ടിട്ടും ഒരു ജോലിയിലൊന്ന് കയറിപ്പറ്റാൻ ഒന്ന് ശ്രമം നടത്തുകയെങ്കിലും വേണ്ടേ? വീട്ടില് അലസനായി ഇരിക്കുന്നത് കൂടാതെ ഇവർ കഷ്ടപ്പെട്ട് പല ഷിഫ്റ്റ് ജോലിയും ഓവർ ടൈമും എല്ലാം ചെയ്താണ് കുടുംബം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഒരു രജിസ്റ്റേർഡ് സ്റ്റാഫ് നഴ്സ് പോസ്റ്റിലേക്ക് ഇന്ത്യക്ക് വെളിയിൽ കയറുന്നതിന് മുമ്പ് 2 പേരും ജോലിയില്ലാതെ വിഷമിക്കുകയാണ്. അപ്പാർട്ട്മെന്റിന്റെ റെന്റ് കൊടുക്കണം, ജീവിത ചെലവുകളുണ്ട്, 2 കുഞ്ഞുങ്ങളുള്ളവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ത്രീ പറയുകയാണ്, പ്രായമായവരെ നോക്കാനുള്ള ഒരു പ്രൈവറ്റ് ജോലി, അവിടെ അങ്ങനെ ജോലിയൊക്കെ ചെയ്താണ് എല്ലാവരും ഒരു നല്ല ജോലി കിട്ടുന്നതിന് മുമ്പ് ജീവിക്കുന്നത്. അങ്ങനെ വീടുകളിൽ പോയി ശുശ്രൂഷ ചെയ്ത് വരുമാനം ഉണ്ടാക്കിയാണ് ജീവിത ചെലവുകൾ തട്ടിമുട്ടി കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ രാജ്യത്ത് എത്തപ്പെട്ട് അവിടെ നല്ല ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ഏറെ അധ്വാനിച്ച് പല ഷിഫ്റ്റ് ഡ്യൂട്ടി മാറി മാറി എടുത്ത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വേറൊരു ജോലിയും കൂടെ ഉണ്ടെന്നറിഞ്ഞാൽ അതും കൂടെ എടുക്കും. കാരണം എന്തായാലും കഷ്ടപ്പെട്ട് മറ്റൊരു രാജ്യത്ത് എത്തപ്പെട്ടിരിക്കുകയാണ്. സമ്പാദിക്കാവുന്നതിൻ്റെ പരമാവധി സമ്പാദിക്കണം. സ്വന്തം വീട്ടിലേക്കും ഭർത്താവിൻ്റെ വീട്ടിലേക്കും ഒരു തുക അയച്ചു കൊടുക്കണം.
വരാൻ ചെലവാക്കിയ പൈസ വലിയ ഒരു എമൗണ്ടായി നിൽക്കുന്നു, അത് തിരിച്ചടയ്ക്കണം. ഇങ്ങനെ 100 ആവശ്യമുള്ളപ്പോൾ ഒരാൾക്ക് അലസതയോടെ ഇരിക്കാൻ സാധിക്കില്ലല്ലോ. കയ്യും മെയ്യും മറന്ന് അധ്വാനിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ ഡേ ഡ്യൂട്ടിയും നൈറ്റ് ഡ്യൂട്ടിയും ഓഫ് എടുക്കാതെയും ഒക്കെ തന്നാലാവും വിധം കഷ്ടപ്പെടുമ്പോഴെല്ലാം ഭർത്താവ് അലസനായി വീട്ടിലിരിക്കുന്നതും ഏതെങ്കിലും ചെറിയ ജോലി വന്നാൽ ഇതൊന്നും ശരിയാവില്ല, ഇത് എനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യയ്ക്ക് ഏറെ വിഷമം ഉണ്ടാവുമല്ലോ. അവർ തുടർന്നു. ഏതാനും മാസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. എന്നാൽ വീട്ടില് കുട്ടികളുണ്ട്, അവർക്ക് സ്കൂളിൽ പോണം. അവർ തിരിച്ചു വരുന്ന ആ സമയത്ത് അവരെ ഒന്ന് പഠിപ്പിക്കാനോ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ പോലും ഈ ഭർത്താവ് മെനക്കെടാറില്ല. തീരെ ഗതി കിടന്ന സമയത്ത് മാത്രം എന്തെങ്കിലും ഒന്ന് കാണിച്ച് വയ്ക്കും. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ മടുത്തു. ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ പാത്രം കഴുകുന്നത് തുടങ്ങി, തുണി കഴുകുന്നത്, കുട്ടികളുടെ കാര്യം നോക്കുന്നത്, വീട് ക്ലീൻ ആക്കുന്നത് തുടങ്ങി സർവ്വ ജോലികളും ഇവർ ചെയ്യാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും മടുപ്പും പരാതിയും കുടുംബ വഴക്കും എല്ലാം ഉണ്ടാകാനുള്ള കാരണങ്ങളാണല്ലോ ഇവ. ഇതുപോലെയുള്ള ഒരു ചെറിയ ജോലിയിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടപ്പോൾ ഭർത്താവിന്റെ അഭിമാനം എന്ത് ചെയ്താൽ സമ്മതിക്കില്ല. അപ്പോൾ ഈ സ്ത്രീ എന്നോട് ചോദിക്കുകയാണ്, എനിക്ക് ഒരു സ്ഥിരം ജോലി കിട്ടുന്നതിന് മുമ്പ് ഞാൻ പോയി ഇത് ചെയ്തില്ലേ? എനിക്കും ഇത് ചെയ്യാമായിരുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, ഏറെ വിഷമത്തോടെ ഏറെ സങ്കടത്തോടെ ആ സ്ത്രീ വീണ്ടും തുടർന്നു. വീട്ടിലിരുന്ന ഭർത്താവ് മദ്യപാനം കൂടെ ആരംഭിക്കുകയുണ്ടായി. ജീവിതം ദുരിത കയത്തിലാകാൻ ഇനി എന്താണ് വേണ്ടത്? മദ്യപിച്ച ഭർത്താവ് ജോലി കഴിഞ്ഞ് ക്ഷീണിതയായി വരുന്ന ഈ സ്ത്രീയോട് ഏറെ അപമര്യാദയായി പെരുമാറുകയും ശാരീരികമായും മാനസികമായും ഉപദ്രവം ആരംഭിക്കുക കൂടെ ചെയ്തപ്പോൾ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ ഒരു കഴിവില്ലാതായി. ഒരു മരുന്ന് സംബന്ധമായിട്ടുള്ള കാര്യത്തില് ചെറിയൊരു പിഴവ് സംഭവിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ശിക്ഷയ്ക്ക് കൂടെ ഇവർ വിധേയരായതോടെ കോൺസെൻട്രേഷൻ മുഴുവനായും നഷ്ടപ്പെട്ട ഈ സ്ത്രീ ഉറക്കം നഷ്ടപ്പെട്ട് ഒരു ഡിപ്രഷന്റെ വക്കിലെത്തി നിൽക്കുന്ന സമയത്താണ് എന്നെ ഫോൺ ചെയ്യാനിടയായത്. സമാനമായ ഏറെ അനുഭവങ്ങൾ ഞാൻ നേരിട്ട് കേൾക്കാനിടയായിട്ടുണ്ട്. എല്ലാ തുറകളിലും ഉള്ള കുടുംബങ്ങളിൽ ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അലസരായി കഴിയുന്നതിനാൽ ആ കുടുംബം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എത്രയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. നാട്ടില് ജോലി ഉപേക്ഷിച്ച് രാജ്യത്തിന് വെളിയിലേക്ക് പോകുമ്പോൾ നമുക്കേവർക്കും അറിയാവുന്ന പോലെ നേഴ്സുമാർ കൈയും മെയ്യും മറന്ന് അധ്വാനിക്കാറുണ്ട് എന്നത് സത്യമാണ്. രണ്ടുപേരും ഒരേ രീതിയിൽ സഹകരിച്ച് ജോലി ചെയ്താൽ മാത്രമേ വീട്ടിലെ ജോലികളും ഔദ്യോഗികമായ ഉത്തരവാദിത്തങ്ങളും ശരിക്കും നടക്കാൻ സാധിക്കുള്ളൂ. ഈ സ്റ്റാഫ് നഴ്സ് എൻ്റെ അടുക്കൽ ചോദിക്കുകയാണ്, മാഡം ഞാൻ എന്തിനു വേണ്ടി അധ്വാനിക്കണം? എനിക്കൊരു സന്തോഷമില്ല, സമാധാനമില്ല, ഉപദ്രവം എല്ലാം സഹിക്കുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും കൂടിയുള്ള അക്കൗണ്ടാണ്, അതിലെ ഫുൾ എമൗണ്ട് കൈകാര്യം ചെയ്യുന്നത് ഭർത്താവാണ്. എന്നെ പഠിപ്പിച്ച് വലുതാക്കിയ മാതാപിതാക്കൾക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരല്പം പൈസ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഭർത്താവിന് അത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. മാത്രമല്ല, ലോൺ എടുത്ത് വാഹനം തുടങ്ങിയ വീട്ടുപകരണങ്ങളും എല്ലാം വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. ഇത് മുഴുവൻ ഒരാളുടെ ശമ്പളത്തിൽ നിന്ന് എങ്ങനെയാണ് അടവ് സാധ്യമാവുക? വീട്ടിൽ സ്ഥിരം വഴക്കായി തുടങ്ങി. അതിനേക്കാൾ ഉപരി ഈ സ്ത്രീ ഒരു മാനസിക രോഗ അവസ്ഥയിലേക്ക് കടക്കാനും തുടങ്ങി. ആരോടാണ് ഒന്ന് തുറന്ന് സംസാരിക്കുന്നത്? ഇനി മറ്റൊരു അനുഭവം കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കറിയാവുന്ന വീട്ടുജോലി ചെയ്യുന്ന ഒരു 3 സ്ത്രീകളെങ്കിലും സമാനമായ ഒരവസ്ഥയെപ്പറ്റി ഈയിടെ സംസാരിക്കുകയുണ്ടായി. 3 പേരുടെയും ഭർത്താക്കന്മാർ വീട്ടിൽ
എന്തെങ്കിലും ഒക്കെ രോഗാവസ്ഥ പറഞ്ഞിരിക്കുകയും വീട്ടുജോലിക്ക് പോയി കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പൈസ വാങ്ങിച്ചെടുക്കാൻ ഭർത്താവും മക്കളും മത്സരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. സംരക്ഷിക്കേണ്ട കരങ്ങൾ കരാളഹസ്തങ്ങളായി മാറുന്നു. ഇത് കൂടാതെ മാനസികമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകളും ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങളും സഹിക്കുന്ന പാവപ്പെട്ട ചേച്ചിമാർ മാത്രമല്ല കേട്ടോ, കുടുംബങ്ങളുടെ കാര്യം സംസാരിക്കുമ്പോൾ അലസരായി കഴിയുന്ന സ്ത്രീകളും ഉണ്ട് എന്നതാണ് സത്യം. ആ ഒരു സ്ഥിതിയിൽ ഭർത്താക്കന്മാർ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പോയി അധ്വാനിച്ചിട്ട് തിരിച്ചു വരുന്ന സമയം വീട്ടുജോലികൾ പോലും ചെയ്തു തീർക്കാതെ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാതെ ടിവിയുടെ മുമ്പിലും ഫോണിന് മുമ്പിലും ചടഞ്ഞുകൂടിയിരിക്കുന്ന അലസരായ വീട്ടമ്മമാരും ഉള്ള ഒരു സാഹചര്യമാണ് നാം ചിലപ്പോഴെങ്കിലും കാണാനിടയാവുക. ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആത്മീയമായി ഇതിനെ എങ്ങനെ കാണാം എന്ന് ചിന്തിച്ചപ്പോൾ തീർച്ചയായും അലസത ആർക്കും ഭൂഷണമല്ല എന്നതാണ് സത്യം. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. ആദ്യമായി ഈ വിഷയത്തിന് തലക്കെട്ടായിരിക്കുന്ന വചനം തന്നെ സുഭാഷിതങ്ങളുടെ പുസ്തകം 31 അധ്യായം 27 വചനമാണ്. ഈ ആശയത്തിന് തലക്കെട്ടായി നാം എടുത്തിരിക്കുന്നത്. കുടുംബാംഗങ്ങളുടെ നടപടികൾ അവൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു, അലസതയുടെ അപ്പം അവൾ ഭക്ഷിക്കുന്നില്ല. ഈ ഒരു അധ്യായത്തിൽ കൂടെ കടന്നുപോയപ്പോൾ എന്നെ സ്പർശിച്ച മറ്റൊരു വചനമാണ്, പുലർച്ചയ്ക്ക് മുമ്പേ അവൾ ഉണർന്ന് കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുകയും പരിചാരികമാർക്ക് ജോലികൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഈയിടെ ഒരു കുടുംബം കൗൺസിലിങ്ങിന് വന്നപ്പോൾ ഫോണിൽ സംസാരിക്കുകയാണ്. ഭർത്താവ് പറയുകയാണ്, ഭാര്യ വീട്ടമ്മയാണ്, രാവിലെ ഉണർന്ന് 8 മണിക്ക് ക്ലാസ് തുടങ്ങുന്ന കുട്ടികൾക്ക് ഉള്ള ഭക്ഷണം പോലും ഉണ്ടാക്കാൻ അവൾക്ക് സാധിക്കാറില്ല. വർഷങ്ങളായുള്ള രീതിയാണ്. കുട്ടികൾ പോകാൻ നേരത്ത് പൈസ എടുത്ത് കയ്യിൽ കൊടുത്ത് സ്കൂൾ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞ് അയക്കുന്ന വീട്ടമ്മ. 4 മണിക്ക് കുട്ടികൾ വരുമ്പോൾ പൈസ കൊടുത്ത് അടുത്തുള്ള ബേക്കറിയിൽ നിന്ന് പലഹാരങ്ങൾ വാങ്ങി കഴിച്ചോളാൻ പറയുന്ന വീട്ടമ്മയായ ഭാര്യ. ഭർത്താവിൻ്റെ പരാതിയാണ്. നോക്കുക, വീണ്ടും ഞാൻ ഇതിങ്ങനെ വായിച്ചപ്പോൾ എന്നെ സ്പർശിച്ച മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വചനമാണ് 17 18 വചനം. അവൾ അരമുറുക്കി കൈച്ചുറുക്കോടെ ജോലി ചെയ്യുന്നു, തൻ്റെ വ്യാപാരം ലാഭകരമാണോ എന്ന് അവൾ പരിശോധിച്ചറിയുന്നു, രാത്രിയിൽ അവളുടെ വിളക്ക് അണയുന്നില്ല. എനിക്ക് നേരിട്ടറിയാവുന്ന അനേകം വീട്ടമ്മമാരുണ്ട്. കുടുംബാംഗങ്ങളെല്ലാം നല്ല സുഖ സുഷിപ്തിയിലായതിനു ശേഷവും അടുക്കളയിൽ മാത്രം ലൈറ്റ് ഇട്ട് ബാക്കി ഉള്ള ജോലികൾ മുഴുവൻ തീർക്കുകയും അടുത്ത ദിവസത്തേക്കുള്ള ജോലികൾ വരെ പ്ലാൻ ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുകയും ചെയ്യുക. ആ വീട്ടിലെ ഏറ്റവും അവസാനം ഉറങ്ങുന്ന വ്യക്തി ഈ അമ്മയായിരിക്കും. പ്രിയപ്പെട്ടവരെ, അധ്വാനിക്കുന്നവരെ നാം വിലമതിക്കണം. അവരെ ഒരിക്കലും നാം കൂടുതൽ കഷ്ടപ്പെടുത്താൻ പാടില്ല. ഭാര്യയായാലും ഭർത്താവായാലും ഒരാൾ കൈയും മെയ്യും മറന്ന് അധ്വാനിക്കുമ്പോൾ മറ്റേയാൾ അലസതയുടെ അപ്പം ഭക്ഷിക്കുന്നത് ശരിയാണോ? ഈ വചനത്തിൽ കൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, കുടുംബാംഗങ്ങളുടെ എല്ലാ കാര്യത്തിലും മഞ്ഞുകാലത്ത് കുടുംബാംഗങ്ങൾക്ക് തണുപ്പേൽക്കുമെന്ന് അവൾ ഭയപ്പെടുന്നില്ല. അവൾക്ക് ധരിക്കാൻ ഇരട്ട വസ്ത്രങ്ങളുണ്ട്. അവൾ സ്വയം വിരിപ്പുകൾ നിർമ്മിക്കുന്നു. തീർച്ചയായും ഒരു വീട്ടമ്മയെ കുറിച്ചായിരിക്കുമല്ലോ ഇത് പറഞ്ഞിട്ടുണ്ടാവുക. തൻ്റെ വീട്ടുജോലിക്കപ്പുറം വേറൊരു ജോലി കൂടെ ചെയ്യാൻ തയ്യാറാകുന്ന വീട്ടമ്മ. അവസാനം ഒരു സെന്റൻസ് ഇങ്ങനെ പറയുന്നു, 31 വചനം ഇങ്ങനെ പറയുന്നു, അവളുടെ അധ്വാനത്തെ വിലമതിക്കുവിൻ, അവളുടെ പ്രവൃത്തികൾ നഗര കവാടത്തിൽ അവൾക്ക് പ്രശംസയായിരിക്കട്ടെ. അധ്വാനിക്കുന്ന ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും തീർച്ചയായിട്ടും അധ്വാനം വിലമതിക്കപ്പെടേണ്ടത് തന്നെയാണ്.
അതിൻ്റെ കൂടെ മാനസികമായും ശാരീരികമായും പീഡനം കൂടെ കൊടുക്കുക എന്ന് പറയുന്നത് ദൈവത്തിനു മുമ്പിൽ ശരിയാണോ എന്ന് ആത്മശോധന ചെയ്യാനുള്ള അവസരമായി മാറട്ടെ. നമ്മുടെ അലസതയ്ക്ക് ഒരല്പം മാറ്റം വരുത്തുന്ന വചനങ്ങളായി, വചനം കണ്ണാടിയായി കാണാൻ നമുക്ക് സാധിക്കട്ടെ. ഇനിയും നമ്മൾക്ക് നോക്കേണ്ട മറ്റൊരു വചനമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നു: അലസത ഒരുവനെ ഗാഠ നിദ്രയിലാഴ്ത്തുന്നു, മടിയന് പട്ടിണി കിടക്കേണ്ടി വരും. ചില കുടുംബനാഥന്മാരെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, രാവിലെ തുടങ്ങി മയക്കവും ഉറക്കവും തന്നെയായിരിക്കും. ഏതൊരു മനുഷ്യനും അധ്വാനിച്ച ക്ഷീണത്തോടെ ഒന്ന് കിടന്നാൽ ഉറങ്ങിപ്പോകുമെന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ആ ക്ഷീണവും ഉറക്കവും മാറ്റിവെച്ചുകൊണ്ട് അനേകർ അധ്വാനിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ വീണ്ടും പറയുകയാണ്, തോബിത്തിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു, കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. ഒരാൾ എത്ര കഠിനമായി അധ്വാനിച്ചാലും മറ്റേയാൾ അത് ചെലവാക്കുകയോ അല്ലെങ്കിൽ അതിനോട് അല്പം പോലും സഹകരിക്കാതിരിക്കുകയോ ചെയ്താൽ കുടുംബ ചിലവുകളും ജീവിത ആവശ്യങ്ങളും ദാരിദ്ര്യത്തിലേക്ക് ആ കുടുംബത്തെ നയിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. അതേസമയം എത്ര എളിയ ജോലിയാണെങ്കിലും കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ച് അധ്വാനിച്ചാൽ അതിൻ്റെ വില ഒന്ന് വേറെ തന്നെയായിരിക്കും എന്നതിലും സംശയമില്ല. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, 2 തെസലോനിക്ക 3:6, 3-ാമത്തെ അധ്യായം 6-ാം തിരുവചനം: അലസതയിൽ ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന് സഹോദരരെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഈ ഒരു വചനത്തിൽ കൂടെ കടന്നുപോയപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വന്ന കാര്യമാണ്, ഈ സ്റ്റാഫ് നഴ്സ് വീണ്ടും എൻ്റെ അടുക്കൽ പറയുകയുണ്ടായി, വൈകുന്നേരത്തെ സമയം ഭർത്താവ് ഇതുപോലെ ജോലി ഇല്ലാതിരിക്കുന്ന മറ്റു കുടുംബങ്ങളിലെ ഭർത്താക്കന്മാരുമായിട്ട് ഒന്നിച്ചിരുന്നാണ് കൂട്ടമദ്യപാനം ആരംഭിക്കാനിടയായത്. എത്ര കുടുംബങ്ങളാണ് നാശത്തിലേക്ക് കൂപ്പുകുത്തുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ അറിയാൻ സാധിക്കും. അലസതയിൽ ജീവിക്കുന്ന മറ്റൊരാളുമായിട്ടുള്ള സംസർഗം പോലും ഒഴിവാക്കണമെന്ന് വചനം പറയുന്നു. കാരണം സ്വയം ന്യായീകരിക്കാനും ചെയ്യുന്നതൊന്നും തെറ്റല്ല എന്ന് ഉള്ളിൽ ആഴത്തിൽ ബോധ്യം ഉണ്ടാകാനും കാരണമാക്കുന്ന ഒന്നാണ് അലസതയുടെ ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ട്. തീർച്ചയായും അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടല്ല നമുക്ക് സംസർഗം ഉണ്ടാകേണ്ടത്, മറിച്ച് ദൈവചിന്തയോടെ അധ്വാനിച്ച് ജീവിക്കുന്ന കുടുംബത്തെ മാതൃകയാക്കുകയും അവരോട് സഹകരിക്കുകയും ചെയ്താൽ നമ്മുടെ രീതിയും ഒരു പരിധിവരെ മാറും എന്നതിൽ സംശയമില്ല. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, ഇത് വീട്ടിലെ കുട്ടികളെ ഉദ്ദേശിച്ചുള്ളതാണ്. നമ്മുടെ കുടുംബങ്ങളിൽ, ഏതാനും കുടുംബങ്ങളിൽ നിന്ന് വന്ന പ്രശ്നത്തിലെല്ലാം പറയുന്ന ഒരു കാര്യമാണ്, ചിലപ്പോൾ അപ്പനും അമ്മയും ഒരുപോലെ അധ്വാനിക്കുന്നവരായിരിക്കും, പക്ഷേ കുട്ടികൾ അലസരായി മാറുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അപ്പനും അമ്മയും ഉയർന്ന ഉദ്യോഗത്തിൽപ്പെട്ടവരായിരിക്കും, ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കുട്ടികൾക്കുള്ള ചെലവും പഠന ആവശ്യങ്ങളും എല്ലാം നിർവഹിക്കുന്നവരായിരിക്കും. പക്ഷെ അതിൻ്റെ വില മനസ്സിലാക്കാതെ അലസതയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന കുട്ടികളെയും നമുക്ക് കാണാൻ സാധിക്കും. ചെറുപ്പത്തിലെ ശീലം ഇട്ടുകൊടുത്താൽ തീർച്ചയായും കുട്ടികളും അധ്വാന ശീലമുള്ളവരായി വളരും എന്നതിൽ സംശയമില്ല. സുഭാഷിതങ്ങൾ 22:6 ഇങ്ങനെ പറയുന്നു, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി അഭ്യസിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ചെറിയ കുട്ടികളാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ജോലികൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചെടുക്കണം. വാത്സല്യ നിമിത്തവും സ്നേഹക്കൂടുതൽ നിമിത്തവും ഏത് ചെറിയ കാര്യവും, സ്വയം പ്ലേറ്റ് കഴുകുന്നത്, തുണി കഴുകുന്നത്, ഇതെല്ലാം അമ്മമാർ ഏറ്റെടുത്താൽ കുട്ടികൾ അലസരായി വളരും എന്നതിൽ യാതൊരു സംശയവുമില്ല. കുടുംബത്തിലെ ജോലികളിൽ ഭാഗഭാക്കുകളായി തീരുന്ന രീതിയിലാണ് കുട്ടികൾക്ക് പരിശീലനം ചെറുപ്പത്തിൽ തുടങ്ങി കൊടുക്കേണ്ടത്. വലിയ പ്രായത്തിലെത്തിയിട്ടും ആ കുട്ടികളുടെ തുണി കഴുകി കൊടുക്കുന്നതും
പാത്രം കഴുകി കൊടുക്കുന്നതും എല്ലാം അവരെ അലസതയിലേക്ക് നയിക്കും എന്നത് യാതൊരു സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. വചനം ഇങ്ങനെ പറയുന്നു, പ്രഭാഷകൻ 33 28 അലസനാകാതിരിക്കാൻ അവനെ കൊണ്ട് വേല ചെയ്യിക്കുക, അലസത തിന്മകൾ വളർത്തുന്നു. വീട്ടുജോലിയിൽ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് അവരെ ഒഴിവാക്കി വിട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ മെജോറിറ്റി സമയം മുഴുവൻ ഫോണിൽ എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് വേറെ ഒരു ജോലിയില്ല എന്ന കാരണം കൊണ്ടാണ് പഠനം കഴിഞ്ഞു വന്നാൽ റൂമിൽ കയറി കഥ അടച്ച് കുറ്റിയിടുന്നു, ഫോണുമായിട്ട് ഇരിക്കുന്നു, അല്ലെങ്കിൽ ഉറങ്ങുന്നു. പാടില്ല. അലസത തീർച്ചയായിട്ടും തിന്മയിലേക്ക് നയിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. എത്ര മണിക്കൂറുകളാണ് ചില കുടുംബത്തിൽ കുട്ടികൾ അലസതയോടെ കഴിയുന്നത്? പഠിക്കാനും സാധിക്കുന്നില്ല, വീട്ടുജോലികളും ചെയ്യുന്നില്ല, യാതൊരു ഉത്തരവാദിത്വവും എടുക്കാതെ വളരുന്ന കുട്ടികൾ. കൗൺസിലിങ്ങിന് വരുന്ന പല കേസുകളിലും ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, മാതാപിതാക്കൾ ആവശ്യത്തിൽ കൂടുതൽ സമ്പാദിക്കുമ്പോൾ കുട്ടികൾക്ക് പഠിക്കണമെന്നും അധ്വാനിക്കണമെന്നും തോന്നുന്നില്ല. കാരണം എന്തിനു വേണ്ടി അവർ അധ്വാനിക്കണം? അവർക്ക് ആവശ്യമുള്ളതെല്ലാം മാതാപിതാക്കൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി എന്തിനു വേണ്ടിയിട്ട് അവർ പഠിക്കണം? എന്തിനു വേണ്ടി അവർ അധ്വാനിക്കണം? കുട്ടികൾക്ക് ഒരു ലക്ഷ്യമുണ്ടാവണം. ആവശ്യത്തിൽ കൂടുതൽ സമ്പാദ്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കുഞ്ഞുങ്ങൾക്കായി സമ്പാദിക്കാതെ കുഞ്ഞുങ്ങളെ സമ്പാദിക്കാൻ ശ്രമിക്കുക. ദൈവചിന്തയിലും അധ്വാനശീലത്തിലും കുട്ടികളടക്കം കുടുംബത്തുള്ളവർ മുന്നോട്ട് പോയാൽ തീർച്ചയായും ആ കുടുംബത്തിന് സമൃദ്ധി ഉണ്ടാകും എന്നതിൽ സംശയമില്ല. വേറൊരു വചനമാണ്, നാം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ വചനം വീണ്ടും അനുശാസിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 11 20 നിന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക, വാർദ്ധക്യം വരെ ജോലി ചെയ്യുക. എന്നോട് ഈയിടെ പ്രായമുള്ള ഒരമ്മച്ചി സംസാരിക്കുകയുണ്ടായി. 65 വയസ്സൊക്കെ ആയില്ലേ, ഇനി ഒന്നും ചെയ്യണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ പ്രാർത്ഥനയിലേക്ക് മാറി. വചനം എന്താണ് പറയുക? വാർദ്ധക്യം വരെ ജോലി ചെയ്യണം. എല്ലാം വാർദ്ധക്യമായവരെ ഏൽപ്പിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അവരും കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ ഒരു ചെറിയ പങ്ക് വഹിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. അസുഖങ്ങളുള്ളവരെ അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരോഗ്യമുള്ളവര് തങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അധ്വാനിക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. 1 തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 5 13 വീണ്ടും ഇങ്ങനെ പറയുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ 31 പോലെ തന്നെ പറയുന്നു, അവരുടെ അധ്വാനം പരിഗണിച്ച് അത്യധികം സ്നേഹത്തോടെ ബഹുമാനിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കുടുംബത്തെ ആരാണോ അധ്വാനിക്കുന്നത് അവരെ സ്നേഹത്തോടെ ബഹുമാനിക്കുക എന്നതാണ് നമ്മുടെ കടമ. നമുക്ക് അത്രയും പറ്റുന്നില്ല, നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, ഒക്കെ ശരിയാണ്. പക്ഷെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട് വരുന്ന ഒരു കുടുംബനാഥനെ, ഒരു കുടുംബനാഥയെ മക്കളും പരസ്പരവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സഹകരണത്തോടെയും പ്രവർത്തിച്ചാൽ തീർച്ചയായും അധ്വാനത്തിൻ്റെ തോത് വീണ്ടും ഇരട്ടിയാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇത്രയും സമയം നാം വചനത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അലസതയുടെ അപ്പം ഭക്ഷിക്കാൻ പാടില്ല എന്നത്. നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കാൻ ഈ വചനം കണ്ണാടിയായി മാറട്ടെ. നാം ഇന്ന് കേട്ട അനുഭവങ്ങളും കേട്ട വചനങ്ങളും അഭിഷേകമായി മാറട്ടെ. ആരെങ്കിലും അലസതയിലും മടിയായിട്ടും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം വചനത്തിൽ കൂടെ നമ്മോട് സംസാരിക്കുകയാണ്. അതല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഏറെ മനോവിഷമത്തോടെ ദുഃഖഭാരത്തോടെ പങ്കുവെച്ച വിവരങ്ങൾ കുടുംബത്തിന് അനുഗ്രഹമായി മാറട്ടെ. ആശ്വാസം പകർന്നു കൊടുക്കാൻ ദൈവം നേരിട്ട് ഇടപെടട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകർ ഇതുപോലെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട്
അധ്വാനത്തിൻ്റെ ഭാരം വഹിച്ച് കഴിയുന്നവരുണ്ടാകും. വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് യാതൊരു സഹകരണവും സഹായവും ലഭിക്കാതെ ജോലി ചെയ്യുന്ന അനേകം നേഴ്സുമാരും വീട്ടമ്മമാരും ഉള്ള ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഗൃഹനാഥന്മാരെയും നാം ഉപേക്ഷിക്കുന്നില്ല. രാവിലെ മുതൽ വൈകിട്ട് വരെ കുടുംബത്തിനു വേണ്ടി എല്ലുമുറിയെ അധ്വാനിക്കുന്ന എല്ലാവർക്കും ദൈവം ആശ്വാസം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ മുഴുവൻ തൊഴിലാളികളുടെ മധ്യസ്ഥനായ യോസേപ്പ് പിതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയിലേക്ക് കടക്കാം. അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന വചനം ഈ സമയം മാംസം ധരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, ഞങ്ങളുടെ ശക്തനായ യേശുവേ, ഇന്നത്തെ ദിവസം ഈ വചനങ്ങളിലൂടെ അങ്ങ് ഞങ്ങളോട് അധ്വാനത്തിൻ്റെ മാഹാത്മ്യവും ഒപ്പം അലസത ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി സംസാരിക്കുകയായിരുന്നല്ലോ. ഈശോയെ, ഒരുപാട് കുടുംബങ്ങളിൽ പുറത്തു പറയാനാവാതെ ദുഃഖഭാരവും പേറി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഗൃഹനാഥന്മാരെയും ഗൃഹനാഥകളെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, അലസത എന്ന ആ മടി മാറിക്കളയാൻ തക്ക രീതിയിൽ കർത്താവെ സ്വയം ഒന്ന് പരിശോധിക്കാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഇനിയുള്ള കാലം ജോലി ചെയ്യാനും വേണ്ട കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റാരും സഹായിക്കാനില്ലാതെ ജോലി ഭാരത്താൽ വലയുന്ന മക്കളെ കർത്താവെ, പ്രത്യേകിച്ചും വീട്ടമ്മമാരെയും ഒക്കെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കുടുംബത്തിനും മക്കൾക്കും വേണ്ടി അധ്വാനിക്കുന്ന ആ മക്കളുടെ അധ്വാനത്തെ കർത്താവെ അങ്ങ് കാണണമേ, അങ്ങ് അതിനെ വിലമതിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സിലെ ഭാരവും ദുഃഖവും കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമേ. ഈശോയെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അലസതയിലും മടിയിലും എല്ലാ സാഹചര്യങ്ങളും ലഭിച്ചിട്ടും കർത്താവെ അതിനൊപ്പിച്ച് പഠിക്കുകയോ ജോലി ചെയ്യുകയോ കുടുംബകാര്യങ്ങളിൽ ഉത്തരവാദിത്തം എടുക്കാതെയോ കഴിയുന്ന എല്ലാ മക്കളെ ഈ സമയം അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവാൽ അവരെ നിറയ്ക്കണമേ. അങ്ങേ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. അമ്മേ മാതാവേ, അങ്ങ് നാസ്രസിലെ തിരുക്കുടുംബത്തിൽ ജോലി ചെയ്തതുപോലെ ഞങ്ങളുടെ വീട്ടമ്മമാർക്ക് ആ അഭിഷേകം നിറയാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഈ വർഷം വിശുദ്ധ യോസേപ്പിൻ്റെ വണക്കത്തിനായി മാറ്റിവെച്ചിരിക്കുന്ന സമയം അലസതയുള്ള എല്ലാ കുടുംബങ്ങളിലേക്കും അഭിഷേകമായി മധ്യസ്ഥം കടന്നു ചെല്ലുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങളോട് പ്രാർത്ഥന യാചിച്ചിട്ടുള്ളവരും വലിഞ്ഞ് ജീവിക്കുന്നവരുമായിട്ടുള്ള എല്ലാ മക്കളിലേക്കും പരിശുദ്ധാത്മാവ് നിറയുന്നതിനായിട്ട് സമർപ്പിക്കുന്നു. സകല മാലാഖമാരെ, വിശുദ്ധരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ശക്തമായി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു കൊള്ളണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ